കോഴിക്കോട് സരോവരത്തെ ചതുപ്പിൽ കുഴിച്ചുമൂടിയ വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥിയിൽ മർദ്ദനമേറ്റതിന്റെ ആഘാതമോ ഒടിവുകളോ ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തെലങ്കാനയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ രണ്ടാം പ്രതി രഞ്ജിത്തിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. KV രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, മർദ്ദനമേറ്റതിന്റെ ഒരു തെളിവുകളും ഇല്ല എന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ. ആര്യ, വിജിലിൻ്റെതെന്ന് കരുതുന്ന അസ്ഥിഭാഗങ്ങളാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അതിലുള്ള പ്രാഥമിക കണ്ടെത്തലുകളാണ് പൂർണ്ണരൂപം ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമാണ് വ്യക്തമാവുക. ഏതായാലും വിജിലിന് മർദ്ദനമേറ്റതിൻ്റെ അല്ലെങ്കിൽ അസ്ഥിയിൽ ഒടിവുകളോ ചതവുകളോ ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രാഥമികമായി പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. അതായത് അവിടെ ഈ ബലപ്രയോഗമോ അല്ലെങ്കിൽ സംഘർഷമോ അടിപിടിയോ ഒന്നും നടന്നിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്തിയതായി പോലീസ് പറയുന്നത്. എല്ലാത്തിനും ശാസ്ത്രീയമായി സ്ഥിരീകരണം വേണ്ടതുണ്ട്. അതിൻ്റെ പരിശോധനാ ഫലം വൈകാൻ ഒരല്പം വൈകുകയും ചെയ്യും. ഏതായാലും ഒപ്പം തന്നെയാണ് ഇത് അസ്ഥിഭാഗങ്ങൾ വിജിലിൻ്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനയിലൂടെയാണ് കഴിയുക. അതിനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു വരികയാണ്. വിജിലിൻ്റെ പിതാവിൻ്റെയോ അല്ലെ സഹോദരൻ്റെയോ സാമ്പിളുകൾ ശേഖരിച്ചാണ് DNA പരിശോധന സാമ്പിളുകൾ ഒത്തുചേരുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കുക. ഒപ്പം തന്നെയാണ് രണ്ടാം പ്രതി സമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. തെലങ്കാനയിൽ നിന്നാണ് രണ്ടാം പ്രതിയായ രഞ്ജിത്തിനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നത്. ഇന്നലെ രാത്രി കോഴിക്കോടേക്ക് എത്തിച്ചു. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്